ഉപ്പുതറ 9 ഏക്കറിൽ കടബാധ്യതയെ തുടർന്ന് 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു. ജീവനക്കാരുടെ ഭീഷണി ഉണ്ടായതായുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതോടെയാണ് ജീവനക്കാരെ ചോദ്യം ചെയ്തത്. കുടുംബത്തിന് മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും വലിയ കടബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. ഉപ്പുതറ 9 ഏക്കറിൽ കടബാധ്യതയെ തുടർന്ന് 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണം നേരിടുന്ന കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ കല്ലട ജനറൽ ഫിനാൻസിലെ 2 ജീവനക്കാരുടെ മൊഴിയെടുത്തു പോലീസ്. കഴിഞ്ഞ 10 വൈകിട്ട് 4:30 9 ഏക്കറിൽ MC കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. സജീവ് ഓട്ടോറിക്ഷ പണയപ്പെടുത്തി സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് 2 തവണ മുടങ്ങിയതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സജീവിനും കുടുംബത്തിനും മറ്റു കടബാധ്യതകൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സജീവിന് 11.50 ലക്ഷം രൂപയുടെ കടവും കൂടാതെ ഭാര്യയ്ക്കും സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഓട്ടോറിക്ഷ മറ്റൊരാൾക്ക് പണയപ്പെടുത്തി പണം വാങ്ങിയതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ ഉപകരാർ ഏറ്റെടുത്ത വകയിലും കോഴിക്കച്ചവടം നടത്തിയതിലും സജീവിന് വലിയ കടബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെന്നും വിവരമുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.